പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ നാമത്തിൽ ആമേൻ. എൻ്റെ കൂട്ടുകാരെ, ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ ഇന്ന് കടനുള്ള ദിവസമാണ്. അപ്പോൾ എല്ലാവരും പള്ളിയിൽ പോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും പള്ളിയിൽ പോയില്ലേ? അപ്പോൾ കേട്ടു, എല്ലാവരും പോയി എന്ന്. അപ്പോൾ ഇന്ന് എല്ലാവരും മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച്, മാതാവിൻ്റെ അടുത്ത് നിങ്ങൾ വെച്ച നിയോഗങ്ങൾ മാതാവ് നിങ്ങൾക്കായി നടത്തി തരും. ഇതിന് എല്ലാവർക്കും ഉറപ്പുള്ളത് കൊണ്ടല്ല എല്ലാവരും പള്ളിയിൽ പോയി മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നത്. കൃപാസന അമ്മ നമ്മൾ പറയുന്ന എല്ലാ കാര്യവും അമ്മ നമുക്ക് നടത്തി തരും എന്നുള്ള എല്ലാവർക്കുള്ള വിശ്വാസം എല്ലാവർക്കും ഉണ്ട്. എനിക്കും ഉണ്ട്. ഞാനും ചോദിച്ചുകൊണ്ടിരിക്കേണ്ട എനിക്കും അങ്ങനെ തന്നെ എല്ലാ അത്ഭുതവും നടത്തി കിട്ടിയിട്ടുണ്ട്. മാതാവ് എല്ലാ അത്ഭുതവും എനിക്ക് നടത്തി തരാറുണ്ട്. ഒരു ദിവസം പോലും എനിക്ക് അത്ഭുതം ചെയ്യാത്ത ദിവസങ്ങളില്ല. എന്നൊക്കെയാണ് ഞാൻ പൈസയുടെ സാമ്പത്തികം ബുദ്ധിമുട്ടുള്ളപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വഴി കൂടെ മാതാവ് അമ്മ പ്രത്യക്ഷപ്പെട്ട് എനിക്ക് ഏതെങ്കിലും ഒരു വഴി കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നാളെയും എനിക്ക് കുറച്ച് കടനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഞാൻ യാചിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. മാതാവ് എനിക്ക് എങ്ങനെയും ഒരു വഴി കാണിച്ചു തരും. അതിനുള്ള അത്ഭുതത്തിൻ്റെ റിയൽ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് നാളത്തെ വൈകുന്നേരം എൻ്റെ ഈ പ്രസംഗത്തിൽ കൂടെ ഞാൻ നാളെയും പങ്കുവയ്ക്കും. അപ്പം നിങ്ങളും വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. അമ്മ മാതാവ് എല്ലാവരും കൂടെ ഉണ്ട്. വിശ്വാസം ആരും കൈവിടരുത്. അപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടുകളുണ്ട്. പൈസയായിട്ടോ, കുട്ടികൾക്ക് ഫീസ് കെട്ടാനോ, വീടിൻ്റെ ലോൺ കെട്ടുവാനോ, വേറെ വല്ലവർക്ക് കടബാധ്യതകളോ അല്ല, എന്ത് കാര്യമായാലും എല്ലാവർക്കും തന്നെ പൈസയുടെ ബുദ്ധിമുട്ടുകളുണ്ട്. പൈസ ഇല്ലാണ്ട് ഇപ്പോൾ ഉള്ള ഈ നമ്മുടെ സിറ്റുവേഷൻ നാട്ടിൽ എല്ലാവർക്കും തന്നെ പൈസയാണ് ഇപ്പോൾ മെയിൻ കാര്യമായി നടക്കുന്നുകൊണ്ടിരിക്കുന്നത്. പൈസ ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ പൈസയുടെ പിന്നിൽ ആരും ഓടരുത്. നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മൾക്ക് വിചാരിച്ച കാര്യങ്ങൾ അമ്മ നടത്തി തരും. നമ്മൾ ഏത് കാര്യം വേണമെന്ന് പറഞ്ഞാൽ പിന്നാലെ ഓടിയാൽ അത് നമുക്ക് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. നിങ്ങൾ മനസ്സൊരുക്കി പ്രാർത്ഥിച്ച് ചെയ്താൽ നമുക്ക് എല്ലാ കാര്യവും ഓട്ടോമാറ്റിക്കായിട്ട് അത് കർത്താവ് മാതാവ് അമ്മ മാതാവ് നമുക്ക് അവിടെ നിന്ന് നടത്തി തരും. അമ്മ മാതാവ് നമ്മുടെ തിരുക്കുമാരൻ്റെ അടുത്ത് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും നമുക്ക് ശരിയാക്കി തരും. എല്ലാവരും വിശ്വസിക്കുക. ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമാവട്ടെ. ഇന്നത്തെ ദിവസം ഞായറാഴ്ചയാണ്. എല്ലാവരും തന്നെ വീട്ടിൽ സന്തോഷമായിരിക്കുക. എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുക. നാളെ തിങ്കളാഴ്ച എല്ലാവരും തന്നെ ജോലിക്കും സ്കൂളിലും പോകാനും ബാക്കി കാര്യങ്ങൾക്ക് പോകാനും എല്ലാവരും പോകുമ്പോൾ തന്നെ തിങ്കളാഴ്ച പള്ളിയിൽ പോകാനുള്ള ഒരു കാലത്ത് ഉച്ചകഴിഞ്ഞ് പള്ളിയാണെങ്കിലും മുടക്കാതെ പോകുക. എല്ലാവർക്കും ഒന്നും കൂടിയും എല്ലാവർക്കും നന്ദി പറയട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ നാമത്തിൽ ആമേൻ. ഞാൻ പറയുന്ന ഈ ചെറിയ ഒരു കൊച്ചു പ്രാർത്ഥന നിങ്ങൾ ഏറ്റുചൊല്ലുക. ഇത് അത്രയും ശക്തമായ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയിലെ ചെറിയൊരു ലൈനാണ്. ഇത് നിങ്ങൾ മനസ്സിൽ ചൊല്ലിക്കൊണ്ടേ പോകുക. എവിടെ പോകുമ്പോഴും ഇരിക്കുമ്പോഴും പഠിക്കുമ്പോഴും ജോലിക്ക് പോകുമ്പോഴും ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും എവിടെ പോകുമ്പോഴും നിങ്ങളിത് മനസ്സിൽ യാചിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എല്ലായിടത്തും അത്ഭുതം മാതാവ് നടത്തി തരും. ഇതിങ്ങനെയാണ് ഞാൻ പറയാം. ഏറ്റുചൊല്ലുക. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാകും. മനുഷ്യർക്ക് 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 അസാധ്യമായത് ദൈവത്തിന് സാധ്യമാകും. ഇതേപോലെ നിങ്ങൾ എത്രയും പ്രാവശ്യം നിങ്ങൾ ചെയ്യണോ ചൊല്ലിക്കൊണ്ടേ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടേ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു അത്ഭുതം ലഭിക്കും. എല്ലാവർക്കും ഒന്നും കൂടിയും ആശംസകൾ നേരുന്നു. ഞായറാഴ്ച ഒരു നല്ല ദിവസമായി മാറട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ നാമത്തിൽ ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടയ്ക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എന്നുള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിതരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യമാട്ടയക്കത്തിലും പാപങ്ങളുടെ മോചനം ശരീരത്തിൻ്റെ ഉറപ്പിലും
നിത്യമായ ജീവിതം ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രവണങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാൻ്റെ അപേക്ഷമേൻ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ നാമത്തിലാമേ. പിതാവിനും പുത്രനും പരിശുദ്ധ നാമത്തിലാമേ. പിതാവിനും പുത്രനും വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടത്തേക്ക് പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടയ്ക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എന്നുള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിതരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യമാട്ടയക്കത്തിലും പാപങ്ങളുടെ മോചനം ശരീരത്തിൻ്റെ ഉറപ്പിലും നിത്യമായ ജീവിതം ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രവണങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാൻ്റെ അപേക്ഷമേൻ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ നാമത്തിലാമേ. പിതാവിനും പുത്രനും പരിശുദ്ധ നാമത്തിലാമേ. പിതാവിനും പുത്രനും പരിശുദ്ധ നാമത്തിലാമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടത്തേക്ക് പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടയ്ക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എന്നുള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിതരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യമാട്ടയക്കത്തിലും പാപങ്ങളുടെ മോചനം ശരീരത്തിൻ്റെ ഉറപ്പിലും നിത്യമായ ജീവിതം ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രവണങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാൻ്റെ അപേക്ഷമേൻ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ നാമത്തിലാമേ. പിതാവിനും പുത്രനും പരിശുദ്ധ നാമത്തിലാമേ. പിതാവിനും പുത്രനും പരിശുദ്ധ നാമത്തിലാമേ.